അവളുടെ ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും എല്ലാം ഞാനാ സമൃദ്ധിയുടെ ഭർത്താവ്. അത് മാറ്റിയെടുക്കാൻ സമയം വേണം സച്ചി. സച്ചിയുടെ അർച്ചനയെ ഞാൻ തിരിച്ചു തരാം. സച്ചിയുടെ കൂടെ ജീവിച്ച പഴയ അർച്ചനയായി, അതേ തെളിമയോടെ, അതേ സത്യസന്ധതയോടെ സച്ചിയെ സ്നേഹിക്കുന്ന ഭാര്യയായി ഞാൻ അവളെ തിരിച്ചു തരാം. പക്ഷേ അതിനെനിക്കൊരല്പം സമയം തരണം. എനിക്കൊരു കുടുംബമുണ്ട്. അത് തകർന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. സച്ചി, ആ കുടുംബത്തിന് നട്ടല്ല അർച്ചന. അവൾ സമൃദ്ധയല്ല അർച്ചനയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം അതെനിക്ക് സച്ചി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ സച്ചിക്ക് ഒരിക്കലും അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി പോലീസിന്റെയും കോടതിയുടെയും സഹായത്തോടെ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയാ ഒന്നുകിൽ അവളൊരു മുഴുവൻ ഭ്രാന്തിയാവും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. ആ ദുരന്തത്തിന് അർച്ചനെ നമ്മൾ വിട്ടുകൊടുക്കണോ സച്ചി? സാറേ, എന്റെ ഭാര്യ എനിക്ക് വിട്ടുതരണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അർച്ചനയുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും സച്ചിക്കുണ്ട്. പക്ഷെ അവൾക്ക് ഓർമ്മ വരുന്ന ഒരു ദിവസം സച്ചിയെ തിരിച്ചറിഞ്ഞ് അവള് നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായ അന്ന് ഞാൻ തടസ്സം നിൽക്കില്ല. വേണമെങ്കിൽ ഞാൻ സച്ചിയുടെ കാല് പിടിക്കാം. അതുവരെ എനിക്ക് സമയം തരണം. ഇനി അർച്ചനയുടെ മരണമാ സച്ചി ആഗ്രഹിക്കുന്നെങ്കിലേ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം. സച്ചി, നമ്മൾ രണ്ടുപേരും നഷ്ടപ്പെട്ടവരാ, ഒരേ ദുഃഖം അനുഭവിച്ചവരാ. അർച്ചനയോടത്തുള്ള നല്ല ജീവിതം സച്ചിക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടി എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം അത് അർച്ചനയ്ക്ക് കൊടുത്തേ പറ്റൂ. അതുവരെ വീട്ടിലൊരാളോട് പോലും സച്ചി ഈ കാര്യം പറയരുത്. പറഞ്ഞ എല്ലാവരോടും അർച്ചനെ അന്വേഷിച്ചു വരും. അവരെ ആരെയും അർച്ചന തിരിച്ചറിയണമെന്നില്ല. അത് പിന്നെ എല്ലാവർക്കും സങ്കടമാവും. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ക്ഷമിക്കണം, കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റൂ സച്ചി. സച്ചിയുടെ പഴയ അർച്ചനെ ഞാൻ തിരിച്ചു തരും. ഇതെന്റെ ഉറപ്പാ.